വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചായിരുന്നു മഹാരാഷ്ട്ര വേണോ ഡൽഹി വേണോ എന്ന്. അപ്പോൾ എല്ലാവരും മഹാരാഷ്ട്ര മതി എന്ന് പറഞ്ഞപ്പോൾ ഡബ്ല്യു പറഞ്ഞു എന്നെ കൊണ്ടാകാതെ എവിടെയും പോക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിച്ച് നേരെ മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ അവിടെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ചെയ്യാൻ. അപ്പോൾ പിന്നെ നിങ്ങളും പറഞ്ഞു മഹാരാഷ്ട്ര മതി എന്ന്. അതുകൊണ്ട് നമ്മൾ മഹാരാഷ്ട്ര ഫിക്സ് ചെയ്തു ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ പാട്ടായിട്ട് ഇടുന്നതാണ് മഹാരാഷ്ട്രയിലത്തെ വിശേഷങ്ങളും പിന്നെ ട്രെയിനിലത്തെ വിശേഷങ്ങളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും. അപ്പോൾ എല്ലാ വിശേഷങ്ങളും കാണാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ ഞാൻ ദേ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ദേ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് ലാസ്റ്റ് മിനിറ്റിലാണ് കൺഫേം ആയതുകൊണ്ട് എൻ്റെ പപ്പയുടെ സീറ്റ് ഒരു 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇരിക്കണേ. അപ്പോൾ അപ്പുറത്തെ ബോഗിയിലല്ല അപ്പുറത്തെ സീറ്റിൽ പപ്പ, ഇവിടെ ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് ഈ വീഡിയോ, ട്രെയിൻ വളഞ്ഞു വരുന്ന വീഡിയോ. എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫോൺ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടാണ് എടുത്തത്. അപ്പോൾ പപ്പ പറഞ്ഞു ഫോൺ പോവും, വേറെ വാങ്ങിച്ചില്ല എന്ന്. അപ്പോൾ ഞാൻ നല്ല കൊച്ചായിട്ടിരുന്നു. പക്ഷെ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയില്ല വീഡിയോ. അപ്പോൾ നമ്മൾ മണപ്പുറം പാലം കിടന്നു, പാലം, പുഴ, മഹാരാഷ്ട്ര. അപ്പോൾ നമുക്ക് നേരെ മഹാരാഷ്ട്രയിലത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ട്രെയിനിലത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നല്ല ഹരിതാപും പച്ചപ്പും നിറഞ്ഞ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ പലതും ചിന്തിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കഥ എഴുതാനൊക്കെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു കഥ എഴുതേണ്ട വല്ലതും തിന്നുകൊണ്ടിരിക്കാമെന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച ലേസൊക്കെ തിന്ന്. പിന്നെ അവിടുത്തെ ലേസിനൊരു പ്രത്യേകത ഉണ്ട് മഹാരാഷ്ട്രയിലത്തെ, അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, കാരണം ലോങ് വീഡിയോ ആണ്. അപ്പോൾ ബാക്കി പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണണം. സ്റ്റേ ട്യൂൺഡ്.